എല്ലാവരും നിൽക്കുന്ന സ്ഥലത്ത് താഴെ ഇടാം. ആരും നാഗസ്ഥാനത്തേക്ക് വലിച്ചെറിയരുത്. അവിടെ താഴെ ഇടാം കേട്ടോ. താഴെ തന്നെ ഇട്ടോ. വേഗം വേഗം ഇട്ടോ. നീങ്ങി കേട്ടോ. നമസ്തേ. എന്താ പേര്? നാഗരാജ് അല്ലേ? കുറച്ച് പറഞ്ഞു. നാഗരാജ്. പിന്നെ
മനേൻ്റെ പേര് പറയും. മന അല്ലേ? ശ്രീധരൻ നമ്പൂതിരിൻ്റെ മകനാണല്ലേ? അച്ഛൻ അറിയാൻ പറ്റും, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങളെ പിന്നെ നിങ്ങളെ വല്ലവൻ തിരുമേനീൻ്റെ മകനുണ്ട് ശ്രീധരനും. അദ്ദേഹം പിന്നെ ഇവിടെ വള്ളുവൻകടവ് ക്ഷേത്രത്തിൽ വന്നിട്ട് പാരമ്പര്യമായിട്ടുള്ള പേരാണ്. എന്റെ ശരിക്കും പേര് ശ്രീധരൻ എന്നാണ്. ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നാഗരാജൻ നടക്കുന്നത് അല്ലേ? പേര് ശ്രീധരൻ. അപ്പൊ ഒരുപാട് ശ്രീധരന്മാരുണ്ടല്ലോ ഇല്ലയിൽ തന്നെ. ഏത് സമയത്ത് നമുക്ക് ഇല്ലത്ത് വന്നു കഴിഞ്ഞാൽ വരുന്ന ഭക്തന്മാർ വരേണ്ട ദിവസം ഏതാണ്? എല്ലാ മലയാള മാസവും 1-ാം തീയതികളിലാണ് അകത്തേക്ക് പ്രവേശനമുള്ള ദിവസമാണ്. എന്നാലും കാണാൻ പറ്റും അല്ലേ? പിന്നെ ആയില്യത്തിലോ? ആയില്യം കന്നിമാസത്തിലായാലും മാത്രമേ ഉള്ളൂ അല്ലേ? മറ്റുള്ള സമയത്ത് ആയില്യം എടുക്കാറുള്ളൂ. മറ്റുള്ള ആയില്യങ്ങൾ നമ്മൾ എടുക്കാറ്. എങ്ങനെയാണ് നമ്മളിപ്പം പാമ്പനാട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വരിക? കണ്ണൂരിൽ നിന്ന് വരുന്നതാണെങ്കിൽ? കണ്ണൂരിൽ നിന്ന് വരികയാണെങ്കിൽ ട്രെയിനാണെങ്കിൽ ചാലക്കുടി വരാം. ചാലക്കുടി വന്നാൽ നേരെ മാള പാമ്പുമേക്കാട്. പിന്നെ റോഡ് വഴി വരികയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂരിന് കൊടകരയിൽ നിന്ന് തിരിഞ്ഞ് അങ്ങനെ വരുന്നത് അല്ലേ? നമ്മളെ പാമ്പനാട്ട് ഇല്ലത്തിൻ്റെ കാലപ്പഴക്ക ശസ്ത്രത്തോളം ഉണ്ടാവും? കൃത്യമായിട്ടൊരു കണക്ക് പറയാൻ അറിയില്ല. എന്നാലും ആദ്യ പാരമ്പര്യത്തിൽ ആദ്യമായി മുത്തശ്ശനായിക്കോല്ലോ ചെയ്തിട്ടുണ്ടാവുക? എന്റെ മുത്തശ്ശനല്ല, ഇതിനും ഒരു 10-12 തലമുറ മുമ്പേ ഉണ്ട്. എങ്ങനെ അവയുടെ ഐതിഹ്യം എങ്ങനെ വന്നത്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തരത്തിൽ ശങ്കുണ്ണിയുടെ ഈ മലയിൽ പറഞ്ഞ പോലെ തന്നെയാണ്. കൊടുങ്ങല്ലൂരിന്റെ പരിസരത്തുള്ള ഒരു തിരുവഞ്ചിക്കുളം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. അവിടെ തറവാട്ടിലേക്ക് ആർന്നൊരു ഭജനത്തിന് പോയി 12 വർഷം ഭജിച്ചു. അവിടുന്ന് അദ്ദേഹത്തിന്റെ ഭജനം കഴിഞ്ഞപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഈ സർപ്പം. ഏത് സർപ്പാന്ന്? വാസുകിയ, തക്ഷകന, അല്ലെങ്കിൽ അനന്തന? അങ്ങനെ ഞങ്ങൾ പറയാറില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അതൊന്നും വ്യത്യാസപ്പെട്ട് കാണാൻ പാടില്ല. എല്ലാവരും ഒരുപോലെയാണ്. അപ്പം അവിടെ അറയിലാണോ നമ്മളിപ്പോ കിഴക്കിനി എന്ന് പറയും ഞങ്ങള്. നമ്പൂതിരി ഗൃഹങ്ങള് 4 കെട്ടിന്റെ അതിന്റെ കിഴക്ക് ഭാഗത്തെ മുറിയാണ് കിഴക്കിനി എന്ന് അതിന് പറയാം. അവിടെയാണ് ഇതിന്റെ. കണ്ണൂർ ജില്ലയിലെ അങ്ങോട്ട് പൂർവികന്മാരും അങ്ങും എല്ലാം വന്നിട്ട് ധാരാളം സ്ഥലത്ത് ഞാൻ ഒരു 10-23 കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് വരുന്നുണ്ട് അല്ലേ? വരുന്നത്. അച്ഛനെ കുറെ കാലം കണ്ടിട്ടുണ്ട്, പിന്നെ കുറെ കാലമായി കാണാതെ. ഇപ്പൊ അച്ഛൻ കുറച്ച് കാലമായിട്ട് ഈ ഭാഗത്ത് വളരെ കുറവാണ്. ഞാനുണ്ട്, അച്ഛൻ്റെ അനിയനുണ്ട്, ഞങ്ങള് പിന്നെ ഈ വല്ലഭൻ നമ്പൂതിരി ഉണ്ട്, അദ്ദേഹത്തിന്റെ മകനുണ്ടല്ലോ, അവരൊക്കെ വരുന്നുണ്ട്. ഭാഗത്ത് അച്ഛൻ കുറവാണ്. അച്ഛൻ കുറച്ച് തിരുവിതാംകൂർ ഭാഗത്തേക്കാണ്. അതെ. എന്തായാലും ഇല്ലത്തേക്ക് തന്നെ പലതവണ പലയാളും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് വരാൻ പറ്റിയില്ല. തീർച്ചയായും ഞാൻ ദിവസം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് ഇതിന്റെ കഥകളും കാര്യങ്ങളും പറയാം. നമുക്ക് സർപ്പലിനെ പറ്റി അറിയാനുണ്ട്, അതുപോലെ നൂറും പാലും സമർപ്പിക്കുന്നതിനെ പറ്റി അറിയാനുണ്ട്. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ഇനിയിപ്പം മറ്റുള്ള ക്ഷേത്രക്കാർ അല്ലെങ്കിൽ അറിയാതെ മറ്റുള്ള ക്ഷേത്രക്കാരോ അല്ലെങ്കിൽ വീട്ടിലോ എവിടെയെങ്കിലും അതുപോലെ നാഗപ്രതിഷ്ഠ ഉണ്ടെങ്കിൽ, അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ, നമ്മളെ പാമ്പനാട്ടില്ല എന്ന് നമുക്ക് കാണപ്പെട്ട നാഗരാജ ക്ഷേത്രം അതാണ്. അപ്പോൾ അങ്ങനെ ബന്ധപ്പെട്ടിക്കൽ എങ്ങനെയാണെന്നുള്ള ഒരു നമ്പർ ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ. നമ്പർ നമ്മളെ കോൺടാക്ട് ചെയ്യാം. വെബ്സൈറ്റ് ഉണ്ട് നമ്മുടെ. അതെ, അതിൽ കയറിയാൽ നമ്മളെ ഡീറ്റെയിൽസുകളും എല്ലാം കിട്ടും അല്ലേ? അടിച്ചു കഴിഞ്ഞാൽ കിട്ടും അല്ലേ? ശരി, നല്ല നമസ്കാരം. ഇങ്ങോട്ട് പേര് പറഞ്ഞോളൂ. നാഗരാജൻ എന്നാണ് വിളിക്കുക. അങ്ങനെ വിളിക്കുക.